എരിവ് പേടിക്കാതെ ഇനി ഇഞ്ചി തിന്നാം. 6 വർഷത്തെ പരീക്ഷണ ഫലമായി കണ്ടുപിടിച്ച പുതിയ ഇനം ഇഞ്ചി, അത് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ സിനോജ് തോമസ് ആണ്. കാണാം. നല്ല രുചിയുള്ള ആഹാരം കഴിക്കുന്നതിനിടയിൽ കറിയിലിട്ട ഇഞ്ചി കടിച്ചാലുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ഇനി ആ അവസ്ഥ ഉണ്ടാവില്ല. കോഴിക്കോട് ചെലവൂരിലെ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം പുതിയൊരു ഇഞ്ചി കണ്ടുപിടിച്ചിരിക്കുകയാണ്. പച്ചക്കറി ഇഞ്ചി, കറിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഇഞ്ചി. ഈ ഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ CK തങ്കമണിയും സംഘവും കഴിഞ്ഞ 6 വർഷം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുതിയ ഇനം ഇഞ്ചി കണ്ടുപിടിച്ചിരിക്കുന്നത്. കാഴ്ചയിലും ഗുണത്തിലും സാധാരണ ഇഞ്ചിയാണ്, പക്ഷേ രുചിയിലും ഉൽപാദന ശേഷിയിലും സൂപ്പർ സ്റ്റാറാണ് സുരസ. എരിവ് തീരെ കുറവാണ്, നാരും കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെ കടിച്ചു വേണമെങ്കിലും ഈ സുരസ കഴിക്കാം. കണ്ടുപിടിച്ചിട്ടുള്ള ഇഞ്ചി ഇനത്തിൻ്റെ പേര് ISR സുരസ എന്നാണ്. സുരസ എന്ന് പറഞ്ഞെങ്കിൽ ഗുഡ് ടേസ്റ്റ്. ഇപ്പോൾ സാധാരണ ഇഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുത്തലുണ്ടാവും, പഞ്ചൻസി എന്ന് പറയും. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടിച്ചു തിന്നാൻ പറ്റില്ല. പിന്നെ സാലഡിലൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇതുവരെ ഒരു വെജിറ്റബിൾ ജിഞ്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന ഇഞ്ചി ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. പിന്നെയുണ്ട് ഇതിലെ നാര് കുറവാണ്, ഭയങ്കര വിളവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെക്ടറിൽ നിന്ന് നമുക്ക് 24 ടണ്ണോളം വിളവ് കിട്ടും. സാധാരണ ഇഞ്ചിക്ക് അതിൻ്റെ കോറ് എന്ന് പറയും, അകത്തെ കളറ്, ഈ പ്രഗന്ധങ്ങളുടെ അകത്തെ കളറ് മഞ്ഞ കളറാണ്. പക്ഷേ ഇതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള കലർന്നിട്ടുള്ള മഞ്ഞയാണ്. അതിൻ്റെ പൊടി എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറാണ്, മറ്റതിൻ്റെ മഞ്ഞ കളറാണ്. അപ്പോൾ അതിൻ്റെ ആകർഷണീയത കുറേ കൂടുതലാണ്. പിന്നെ ഇതിൽ സിഞ്ചിബെറിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഘടകമുണ്ട്, ഏകദേശം 26% അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മണം കൊടുക്കുന്നുണ്ട്. നാര് 5.5% ഉള്ളൂ, വളരെ കുറവാണ്. ഒരു ഫാർമറും കൂടി ഇത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജോൺ ജോസഫ് എന്ന് പറഞ്ഞിട്ട്. ഈ നാഗാലാൻഡ്, അതേപോലെ തന്നെ ഒഡീഷ, ഇവിടെയൊക്കെ നല്ല സുപ്പീരിയർ പെർഫോമൻസ് ആയിരുന്നു. കേരളത്തിൽ നല്ല പെർഫോമൻസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഇഞ്ചിയേക്കാളും അതിൻ്റെ പ്രഗന്ധം ഭയങ്കര വലിപ്പമാണ്. അപ്പോൾ ഇൻഡസ്ട്രി പർപ്പസിനൊക്കെ ധാരാളം ഇഞ്ചി അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ചെറിയ ഇഞ്ചി ആകുമ്പോൾ നമുക്ക് ഈ മെഷീൻ വെച്ചിട്ടൊന്നും പീൽ ചെയ്യാൻ പറ്റില്ല. പീൽ എന്ന് പറഞ്ഞാൽ തൊലി കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് കുറച്ച് വലിപ്പമുള്ള ഇഞ്ചിയാണെന്ന് വെച്ചാൽ മെഷീനിൽ വെച്ച് കൊടുത്താൽ അധികം ബ്രേക്കേജ് വരില്ല. അപ്പോൾ ഇൻഡസ്ട്രി പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പോളി ബാഗിൽ കൾട്ടിവേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിനടുത്ത് തന്നെ കുറച്ച് സ്ഥലമുള്ള ആൾക്കാരാണെങ്കിലും കൂടി നമുക്ക് പോളി ബാഗിൽ കൾട്ടിവേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയതിനാണിത്. ഒരു 25 ഗ്രാം ഒരു പോളി ബാഗിൽ ഇടുകയാണെങ്കിൽ നമുക്ക് 1.25-1.5 കിലോ ഷുവർ. ഇതൊരു മാതൃകാ കൃഷിത്തോട്ടമാണ്. ഉൽപാദന ശേഷി കൂടുതലായതുകൊണ്ട് തന്നെ കർഷകർക്ക് സുരസ ധൈര്യപൂർവ്വം വലിയ രീതിയിൽ കൃഷി ചെയ്യാം. ഇനി സ്ഥലമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഗ്രോ ബാഗിലും കൃഷി ചെയ്യാൻ സാധിക്കും. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷണികണ്ഠനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ. അങ്ങനെ ഇഞ്ചിയുടെ എരിവും പോയി. ഇനി ഇഞ്ചിയെ എന്ന് വിളിക്കാമോ? ഇഞ്ചി സാധാരണ എരിവുള്ള ഒരു വ്യഞ്ജനമായിട്ടാണല്ലോ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഇഞ്ചി എന്ന ആ വിളയുടെ എരിവ് പോയ കഥയാണ് സിനോജ് പറഞ്ഞത്.